السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على خاتم الأنبياء سيد المتقين محمد بن عبد الله وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യനായ സ്വാഗത പ്രഭാഷകൻ, അതേപോലെ ഈ മഹത്തായ ഈ പ്രോഗ്രാം അതിന് അധ്യക്ഷം നൽകുന്ന ബഹുമാന്യ സഹോദരൻ, അതുപോലെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മുഹമ്മദ് മൂസ, അതുപോലെ ഈ പ്രോഗ്രാം ശ്രവിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഈ രൂപത്തിൽ ഒരു പ്രോഗ്രാം അതിന് നമുക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയാണ്. രണ്ടാമതായി, ഈ രാജ്യത്ത് നമുക്കിതിന് സൗകര്യം ചെയ്തു തന്നിട്ടുള്ള ഇതിൻ്റെ ഭരണാധികാരികളായ ആളുകൾ, വിസാറത്തുൽ ഔഖാഫ്, അതുപോലെ തന്നെ ഫനാർ, എല്ലാവരോടും അതിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിഷയം അഹ്ലൻ റമദാൻ, റമദാനിനെ വരവേൽക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നാം ഒരാളെ സ്വാഗതം ചെയ്യുമ്പോൾ, ഒരാളെ വെൽക്കം ചെയ്യുമ്പോൾ, ഒരതിഥിയെ സ്വീകരിക്കാൻ നാം തയ്യാറാകുമ്പോൾ നാം ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിഥിയുടെ വലുപ്പമാണ്. എങ്കിലേ നമുക്ക് അതിഥിയെ വേണ്ട രൂപത്തിൽ വരവേൽക്കാൻ സാധിക്കുകയുള്ളൂ. നാം സ്വീകരിക്കുന്ന അതിഥിയുടെ മഹത്വം അറിഞ്ഞെങ്കിൽ മാത്രമേ അർഹിക്കുന്ന രൂപത്തിൽ ആ അതിഥിയെ ബഹുമാനിക്കാൻ, ആദരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അഹ്ലൻ റമളാൻ എന്ന് പറയുമ്പോൾ എന്താണ് റമളാൻ, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റമളാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തത് റമളാനിന്റെ പ്രത്യേകത, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാകുന്നു റമളാൻ. എന്താ ഖുർആനിന്റെ പ്രത്യേകത? ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്കുള്ള സന്മാർഗദർശനമാകുന്നു അത്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ,
സത്യവും അസത്യവും എന്താണ് എന്ന് കൃത്യമായി വേർതിരിക്കുന്ന ഗ്രന്ഥമായ, ജനങ്ങൾക്ക് സന്മാർഗം നൽകുന്ന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാകുന്നു റമളാൻ. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഗൗരവമറിയുന്ന ആളുകൾക്ക്, ഖുർആനിന്റെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യമറിയുന്ന ആളുകൾക്ക് റമളാനിന്റെ ശ്രേഷ്ഠത വളരെ പെട്ടെന്ന് മനസ്സിലാകും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ദഖല ശഹ്റു റമളാൻ, റമളാൻ മാസം സമാഗതമായാൽ ഫുത്തിഹത് അബ്വാബുസ് സമാ വഗുല്ലിഖത് അബ്വാബു ജഹന്നം വസുൽസിലത്തിശ് ശയാത്തീൻ, ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടും. മറ്റൊരു റിവായത്തിലുള്ളത് ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. മറ്റൊരു റിവായത്തിലുള്ളത് ഫുത്തിഹത് അബ്വാബുർ റഹ്മ, റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെടുകയും വസുൽസിലത്തിശ് ശയാത്തീൻ ഔ സുഫിദത്തിശ് ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മാസമാകുന്നു റമളാൻ മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല റമളാൻ മാസം സമാഗതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വനാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, യാ ബാഗിയശ് ശർരി അഖ്സിർ വയാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്ന ആളുകളെ മുന്നോട്ട് വരൂ, തിന്മ ഉദ്ദേശിക്കുന്ന ആളുകളെ പിറകോട്ട് പോകൂ, തിന്മകളിൽ നിങ്ങൾ കുറവ് വരുത്തൂ എന്ന് ഒരാൾ വിളിച്ചു പറയുകയും വലില്ലാഹി ഉതഖാഉ മിനൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, റമളാനിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും. അപ്പോൾ ആകാശത്തിന്റെ കവാടങ്ങൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്ന, പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുന്ന, നന്മയുടെ ആളുകളെ മുന്നോട്ട് വരൂ, തിന്മയുടെ ആളുകളെ തിന്മയിൽ കുറവ് വരുത്തൂ എന്ന് വിളിച്ചു പറയപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ മോചിപ്പിക്കുന്ന പവിത്രമായ പരിപാവനമായ മാസമാകുന്നു റമളാൻ. മാനവ സമൂഹത്തിന് മാർഗദർശനമായി കൊണ്ടും സത്യവും അസത്യവും വിശദീകരിക്കുന്ന ഒരു ഫുർഖാനായി കൊണ്ടും പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസവുമാകുന്നു റമളാൻ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും, അഥവാ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുകൂടി, ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഈ രണ്ട് കണ്ടീഷനുകൾ പൂർത്തീകരിച്ചുകൊണ്ട്, ഈ രണ്ട് ഷർത്തുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുന്നതാകുന്നു. അപ്പോൾ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക മാത്രമല്ല, റമളാൻ മാസത്തിലെ രാവുകളിൽ, രാത്രികളിൽ ആരെങ്കിലും തഹജ്ജുദ് നമസ്കരിച്ചാൽ, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ, ഖിയാമു റമളാൻ നിർവഹിച്ചാൽ, അതും എങ്ങനെ? നേരത്തെ പറഞ്ഞ രണ്ട് ഷർത്തുകളോടുകൂടി, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും. അപ്പോൾ നമ്മളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാൻ
സാധ്യതയുള്ള മാസമാണ് റമളാൻ. ആ റമളാനിലെ നോമ്പും ആ റമളാനിലെ ഖിയാമുൽ ലൈൽ നമസ്കാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സ്വീകരിക്കും. മാത്രമല്ല, മറ്റൊരു സഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, ലില്ലാഹി ഫീഹി ലൈലത്തുൻ, റമളാൻ മാസത്തിൽ അല്ലാഹുവിന് ഒരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ പ്രത്യേകത ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ആ ഒരൊറ്റ രാത്രിക്ക് പ്രാധാന്യമുണ്ട്. 1000 മാസങ്ങളെക്കാൾ ആ ഒരൊറ്റ രാത്രിക്ക് പ്രാധാന്യമുണ്ട്. 12 മാസമാണ് ഒരു വർഷം. അപ്പോൾ 1000 മാസം എത്ര വർഷം എന്ന് ആലോചിച്ചാൽ നമ്മുടെ ആയുസ്സുമായിട്ടുള്ള അതിന്റെ ബന്ധം നമുക്ക് അളക്കാൻ സാധിക്കും. 1000 മാസം എത്ര വർഷമാണ് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി, ആ രാത്രി ഉള്ളത് ഏത് മാസത്തിലാണ്? റമളാൻ മാസത്തിലാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ആ ലൈലത്തുൽ ഖദറിന്റെ, അതല്ലെങ്കിൽ 1000 മാസങ്ങളുടെ ശ്രേഷ്ഠതയുള്ള ആ രാവ് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹുരിമ, അയാൾ എല്ലാ ഖൈറുകളും നഷ്ടപ്പെട്ടവനാണ്. മറ്റൊരു റിവായത്തിലുള്ളത് ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, എല്ലാ ഖൈറും നഷ്ടപ്പെടുത്തിയവനാണ്, എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തിയവനാണ്, എല്ലാ തൗഫീഖും നഷ്ടപ്പെടുത്തിയവനാണ്. റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ നഷ്ടപ്പെടുത്തിയവൻ, അത് നിഷിദ്ധമാക്കപ്പെട്ടവൻ, അത് ഹറാമാക്കപ്പെട്ടവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മാത്രമല്ല, പ്രവാചകൻ ഇത്ര കൂടി പറഞ്ഞു, വലാ യുഹ്റമു ഖൈറഹാ ഇല്ലാ മഹ്റൂമുൻ, മഹാദൗർഭാഗ്യവാനല്ലാതെ, വലിയ ഭാഗ്യം കെട്ടവനല്ലാതെ, ജീവിതത്തിലെ ഏറ്റവും വലിയ മഹ്റൂമായ തടയപ്പെട്ട പരാജയക്കാരനല്ലാതെ റമളാൻ മാസത്തിലെ ഈ രാത്രി നഷ്ടപ്പെടുകയില്ല എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇപ്രകാരം മനുഷ്യന്റെ എല്ലാ ഖൈറുകളും ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ലൈലത്തുൽ ഖദർ എന്ന അനുഗ്രഹീതമായ രാത്രിയുള്ളതും നമ്മൾ ഈ പറഞ്ഞ റമളാൻ മാസത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫഉംറത്തുൻ ഫീ റമളാൻ തഖ്ളി ഹജ്ജ ഔ ഹജ്ജത മഈ, റമളാൻ മാസത്തിൽ നിങ്ങൾ ഒരു ഉംറ ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇതൊക്കെ റമളാൻ മാസത്തിന്റെ ചില സവിശേഷതകളാണ്, ചില ഖൈറാത്തുകളാണ്, ചില ഫളായിലുകളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്, അതാകും ശഹ്റു റമളാൻ ശഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ ഒരു മാസം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. മുബാറക്കായ, അനുഗ്രഹീതമായ, പരിപാവനമായ മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാസമാണ് റമളാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലൻ റമളാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ സാധാരണഗതിയിൽ കയറി വരുന്ന ഏതെങ്കിലും ഒരു മെമ്പറെ സ്വാഗതം ചെയ്ത് പറഞ്ഞയക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും ഒരു അതിഥിയെ സ്വാഗതം ചെയ്ത് പറഞ്ഞയക്കുന്നത് പോലെ സ്വാഗതം ചെയ്ത് പറഞ്ഞയക്കേണ്ട ഒരു സംഗതിയല്ല റമളാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ റമളാനിനെ കൃത്യമായി വരവേൽക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധ റമളാൻ മാസത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫضലുകളെ കുറിച്ചും ധാരാളമായി നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെങ്കിലും സമയദൈർഘ്യം ഭയന്നുകൊണ്ട് അവിടേക്ക് പ്രവേശിക്കുന്നില്ല. ഹദീസിലും ഖുർആനിലും വന്ന ചില ശ്രേഷ്ഠതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. ഈ ശ്രേഷ്ഠതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം പരിശുദ്ധ റമളാൻ മാസത്തെ ഞാനും നിങ്ങളും വരവേൽക്കേണ്ടത്. അതുപോലെ തന്നെ റമളാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത ആ റമളാൻ മാസത്തിലെ നോമ്പാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആരെങ്കിലും ആ റമളാൻ മാസത്തിൽ ഷാഹിദാണെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ, രോഗമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ, യാത്രക്കാരനല്ലെങ്കിൽ ഫൽയസുമുഹു, ആ മാസം മുഴുവൻ അയാൾ നോമ്പ് നോൽക്കട്ടെ. ഫൽയസുമുഹു എന്ന് പറഞ്ഞാൽ അത് ഷഹ്റിലേക്കാണ് മടങ്ങുന്നത്. അഥവാ റമളാൻ മാസം മുഴുവൻ അവരെന്ത് ചെയ്യട്ടെ?
നോമ്പനുഷ്ഠിക്കട്ടെ. റമളാനിനെ വരവേൽക്കുമ്പോൾ നോമ്പിനെ കുറിച്ചുള്ള ഓർമ്മ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ റമളാനിനെ നാം സ്വാഗതം ചെയ്യുമ്പോൾ, നാം വെൽക്കം ചെയ്യുമ്പോൾ എന്താണ് നോമ്പ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് എന്നത് ഒരു പരിചയാണ്. കജുന്നതി അഹദികും മിനൽ ഖിതാൽ, യുദ്ധത്തിൽ നിങ്ങൾ പരിച ഉപയോഗിക്കാറില്ലേ? യുദ്ധത്തിൽ നിങ്ങൾ പരിച ഉപയോഗിക്കാറില്ലേ? നിങ്ങളുടെ നേരെ വരുന്ന അമ്പുകളെ, നിങ്ങളുടെ നേരെ വരുന്ന വാളുകളെ, നിങ്ങളുടെ നേരെ വരുന്ന കുന്തത്തെ, നിങ്ങളുടെ നേരെ വരുന്ന ശത്രുവിന്റെ ആക്രമണങ്ങളെ തടയുവാൻ വേണ്ടി യുദ്ധത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പരിച പോലെ നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അസ്സിയാമു ജുന്നത്തുൻ മിനന്നാർ, തീർച്ചയായും നോമ്പ് നരകത്തിൽ നിന്ന് നിങ്ങളെ തടുക്കുന്ന പരിചയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരു സത്യവിശ്വാസിയെ നരകത്തിൽ നിന്ന് ബഹുദൂരം അകറ്റുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, എല്ലാ തിന്മകളിൽ നിന്നും അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, എല്ലാ മോശമായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും അവനെ തടയുന്നതെന്തോ അതാകുന്നു നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫലാ യർഫുസ് വലാ യജ്ഹൽ, മോശമായ പ്രവർത്തനങ്ങൾ ഒന്നും നിങ്ങൾ ചെയ്യരുത്, വിഡ്ഢിത്തങ്ങൾ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. വഇൻ ഇംറുഉൻ ഖാതലഹു ഔ ശാതമഹു ഫലിയഖുൽ ഇന്നി സായിമുൻ മറതൈൻ, ആരെങ്കിലും നിങ്ങളോട് ശണ്ട കൂടാൻ വന്നാൽ, ആരെങ്കിലും നിങ്ങളെ ചീത്ത പറയാൻ വേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് പറയണം? ഞാൻ നോമ്പുകാരനാണ് എന്ന് 2 തവണ ആവർത്തിച്ച് ആ ശണ്ടയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. മാത്രമല്ല നോമ്പുകാരന്റെ വായയുടെ മണം ലഖലൂഫു ഫമിസ് സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കടുത്ത കസ്തൂരിയുടെ സുഗന്ധത്തേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ വലിയ സുഗന്ധമുള്ള വായയായിരിക്കും നോമ്പുകാരന്റെ വായ എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പുകാരന് നൽകുന്ന മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് ഖുദ്സിയായ ഹദീസാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് ഇത്ര കൂടി പറഞ്ഞു, വസ്സൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം നൽകുന്നതും ഞാൻ തന്നെയായിരിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക്, തന്റെ ദാത്തിലേക്ക് ചേർത്തു പറഞ്ഞ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്നത്. അതുകൊണ്ട് തന്നെ നോമ്പിനെ വരവേൽക്കുമ്പോൾ, റമളാൻ മാസത്തെ വരവേൽക്കുമ്പോൾ നോമ്പിന്റെ ഈ ശ്രേഷ്ഠതയും നോമ്പിന്റെ ഈ പ്രത്യേകതയും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോമ്പിന്റെ പ്രാധാന്യവും റമളാനിന്റെ ശ്രേഷ്ഠതയും ശരിക്കും ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മാത്രമാണ് സഹോദരങ്ങളെ റമളാനിനെ കൃത്യമായി വരവേൽക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണത്? പരിശുദ്ധ റമളാൻ മാസത്തിന് ഒരു മഖ്സദുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. നോമ്പിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ 1000 റമളാനുകളെ വരവേൽക്കാനുള്ള സൗഭാഗ്യം ജീവിതത്തിൽ ലഭിച്ചാലും പരലോകത്ത് അതുകൊണ്ട് നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല. നോമ്പിന് ഒരു ലക്ഷ്യമുണ്ട്. 1000 നോമ്പുകൾ ജീവിതത്തിൽ നോക്കാൻ അവസരം ലഭിച്ചാലും അത് നമുക്ക് ജീവിതത്തിൽ യാതൊരു നിലക്കും ഫലം ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ റമളാനിനെ വരവേൽക്കുമ്പോഴും നോമ്പിനെ വരവേൽക്കുമ്പോഴും ഇതിന്റെ ലക്ഷ്യമെന്താണ്, അതിന്റെ ഉദ്ദേശമെന്താണ്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ കുറിച്ച് പറഞ്ഞത് യാ അയ്യുഹൽ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിന്റെ പ്രത്യേകത ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. എന്തിനാ ഖുർആൻ അവതരിച്ചത്? ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്കുള്ള സന്മാർഗ ദർശനമാണത്, ജനങ്ങൾക്കുള്ള ഹിദായത്താണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമായ ഖുർആനിന്റെ അവതരണം.
ആ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് മറ്റൊരധ്യായമായ സൂറത്തുൽ ബഖറയിൽ, അതേ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം, ഇതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക്, തഖ്വയുള്ള ആളുകൾക്ക് ഇത് സന്മാർഗദർശനമാകുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ലക്ഷ്യമെന്നത് തഖ്വയുള്ള, ധർമ്മനിഷ്ഠയുള്ള, ധർമ്മബോധമുള്ള, പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് സന്മാർഗദർശനം നൽകുക എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ലക്ഷ്യം. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കത് ഹിദായത്താണ്. നോമ്പിന്റെ ലക്ഷ്യമോ ഇതേ കാര്യം തന്നെ. നോമ്പിന്റെ ലക്ഷ്യമായും ഇതേ കാര്യമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും അത് നിർബന്ധമായതുപോലെ. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടി, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരുവാൻ വേണ്ടി, ധർമ്മനിഷ്ഠയുള്ള ആളുകളായി തീരാൻ വേണ്ടി. എന്താണ് തഖ്വ? മഹാനായ തൽഖ് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയുണ്ടായി, തഖ്വ എന്ന് പറഞ്ഞാൽ അമലുൻ ബിത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കലാണ്, പ്രവർത്തിക്കലാണ്. പടച്ച റബ്ബിനെ അനുസരിച്ച്, അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. തീർന്നില്ല. അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, അഥവാ വഹീന്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കലാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് തഖ്വ എന്നത്. തീർന്നില്ല. അതിന് മറ്റൊരു ഘടകം കൂടിയുണ്ട്. റജാ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അത് ചെയ്യേണ്ടത്. അഥവാ നിങ്ങളുടെ നിയ്യത്ത് ശരിയായിരിക്കണം. പടച്ച റബ്ബിന്റെ റഹ്മത്ത്, സ്വർഗം, അവന്റെ പ്രതിഫലം അതാഗ്രഹിച്ചുകൊണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ, ദലീലുകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അത്തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ തർക്കു മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനോടുള്ള അനുസരണക്കേട് ഒഴിവാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവനെ അനുസരിക്കാതിരിക്കുക എന്ന പ്രവണത ഒഴിവാക്കുകയും റബ്ബിനെ അനുസരിക്കുകയും ചെയ്യുക. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കുക. അതാണ് തഖ്വ. പക്ഷേ അതിനും ഒരു മാനദണ്ഡമുണ്ട്. എന്താണത്? അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, ദലീലുകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സിലെ വികാരം എന്താണ്? ജനങ്ങൾ കാണുമെന്നാണോ? നാട്ടുകാർ കാണുമെന്നാണോ? ആളുകൾ അറിയുമെന്നാണോ? അല്ല. അങ്ങനെയാണ് വികാരമെങ്കിൽ അതിന് തഖ്വ എന്ന് പറയില്ല. പിന്നെയോ മഖാഫത അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വ്യക്തമായ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. ഈ സ്വഭാവങ്ങളുടെ കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത് എന്ന് മഹാനായ തൽഖ് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹു തഖ്വയെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. ഇപ്രകാരമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റുന്നതെന്തോ അതാണ് സൗം, അതാണ് നോമ്പ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, തഖ്വ മനുഷ്യന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളെ സ്പർശിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളെ ഒരു പ്രഭാഷണം എന്നതിലുപരി, ഒരു പ്രസംഗം എന്നതിലൊരു ഉപരി നിങ്ങൾ ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും നിങ്ങൾ ഇതിനെ നോട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. ഒരു
ഒരു പ്രഭാഷണം എന്നതിലുപരി ഒരു ക്ലാസ് കേൾക്കുന്ന ഒരു മൂഡിലായിരിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരികളും ഈ സദസ്സിൽ ഇരിക്കേണ്ടത്. തഖ്വ മനുഷ്യന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒന്ന്, അവന്റെ ഹൃദയം. 2, അവന്റെ വാക്ക്. 3, അവന്റെ ശരീരം കൊണ്ടുള്ള അവന്റെ പ്രവർത്തനങ്ങൾ. ശരീരം കൊണ്ടുള്ള അവന്റെ പ്രവർത്തനങ്ങൾ. ഹൃദയവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ. തഖ്വ ഉണ്ടാവേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഭക്തി ഉണ്ടാവേണ്ടത് ഹൃദയത്തിലാണ്. പടച്ചറബിനെ ഭയപ്പെടേണ്ടത് ഹൃദയത്തിലാണ് എന്ന അർത്ഥത്തിൽ തഖ്വ ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിച്ചു. എന്നാൽ അത് ഹൃദയത്തിൽ മാത്രം കാണേണ്ടതാണോ? അല്ല. സ്വാഭാവികമായും ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ അത് ശരീരത്തിലും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് തഖ്വയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ ഉമൂറുൻ മുശ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് എന്ന ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും. അത് ചീത്തയായാലോ ശരീരം മുഴുവൻ ചീത്തയാവുകയും ചെയ്യും. അപ്പോൾ തഖ്വ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ശരീരത്തിൽ മുഴുവൻ കാണാം, അത് പ്രവർത്തനങ്ങളിൽ മുഴുവൻ കാണാം. ചില ആളുകൾ പറയുന്നത് പോലെ എന്റെ നിയ്യത്തും എന്റെ ഉദ്ദേശവും ഒക്കെ എന്റെ ഹൃദയത്തിലാണ്, ഞാൻ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ ഹൃദയവികാരം അള്ളാഹുവിന് അറിയാമല്ലോ എന്ന് പറഞ്ഞ് ചില ആളുകൾ രക്ഷപ്പെടാറുണ്ട്. എന്നാൽ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടോ അത് നിന്റെ ശരീരത്തിൽ കാണപ്പെടും. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു. ഹൃദയം നന്നായാൽ ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നന്നായി. വഇദാ ഫസുദത്, അത് ചീത്തയായാലോ ഫസുദൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ ചീത്തയായി. അതുകൊണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ മോശമാണെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ഹൃദയത്തിൽ തകരാറുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ തഖ്വ ഹൃദയത്തിലാണ്, എന്നാൽ അത് ശരീരത്തിൽ മുഴുവൻ കാണപ്പെടൽ അനിവാര്യമാണ്. അപ്പോൾ തഖ്വ ഹൃദയവുമായി ബന്ധപ്പെടുന്നു, അതേ തഖ്വ തന്നെ നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെടുന്നു. തീർന്നില്ല, തഖ്വ നമ്മളുടെ സംസാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ നാവുമായി തഖ്വക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നേർക്ക് നേരെയുള്ള വർത്തമാനം പറയുകയും വേണം. സംസാരം ക്ലിയർ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. അത് തഖ്വയുടെ ഭാഗമാണ്. കളവുകൾ ഉണ്ടാവാൻ പാടില്ല, ചതി ഉണ്ടാകാൻ പാടില്ല, ദുരുദ്ദേശങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നേർക്ക് നേരെ നല്ല നിലക്ക് സത്യസന്ധമായി സംസാരിക്കുക എന്നത് തഖ്വയുടെ ഭാഗമാകുന്നു. അതുകൊണ്ടാണ് തഖ്വയിലേക്ക് ചേർത്തുകൊണ്ട് നല്ല സംസാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നേർക്ക് നേരെയുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുക. അപ്പോൾ തഖ്വ എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയവുമായും നമ്മുടെ പ്രവർത്തനങ്ങളുമായും നമ്മളുടെ വാക്കുകളുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ 3 കാര്യങ്ങൾ തഖ്വയാണ് നോമ്പിന്റെ ലക്ഷ്യമെങ്കിൽ, തഖ്വയാണ് റമളാനിന്റെ ലക്ഷ്യമെങ്കിൽ, ഈ 3 കാര്യങ്ങളുമായും റമളാനും നോമ്പും ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണല്ലോ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളാണല്ലോ. എന്താണ് ഈമാനിന്റെ പ്രധാനപ്പെട്ട 3 റുക്നുകൾ? ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ടാകും. ഈമാനിന്റെ
പ്രധാനപ്പെട്ട റുക്നുകൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അയാളിൽ നിന്ന് ഈമാൻ എടുക്കപ്പെടും. ഏതൊക്കെയാണത്? ഒന്ന്, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കൽ, അല്ലെങ്കിൽ തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കൽ, സത്യപ്പെടുത്തൽ ഈമാനിന്റെ ഒന്നാമത്തെ റുക്നാണ്. രണ്ടാമത്തതോ ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയൽ, വായ കൊണ്ടത് പ്രഖ്യാപിക്കൽ, വായ കൊണ്ട് അത് പ്രഖ്യാപിക്കൽ. ഇത് ഈമാനിന്റെ രണ്ടാമത്തെ റുക്നാണ്. മൂന്നാമത്തതോ വഅമലുൻ ബിൽ ജവാരിഹ്, ശരീര അവയവങ്ങൾ കൊണ്ട്